ആരുടെ പോലെയാണ്? പിതാവ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ കാണുന്നവർ ആരെ കാണുന്നു? എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ദൈവത്തിൻ്റെ മുദ്രയായ എൻ്റെ മുഖം, സീൽ ഓഫ് ഡിവിനിറ്റി, എൻ്റെ മുഖത്തിന് ആത്മാക്കളിൽ ദൈവത്തിൻ്റെ ഛായ വീണ്ടും കൊണ്ടുവരുന്നതിനുള്ള കഴിവുണ്ട്. നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരെയും ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:26. പക്ഷെ എന്ത് പറ്റി? പാപം ചെയ്ത് ഛായ കാപ്പിയായി പോയി. ഛായ പോയി. പ്രൈസ് ദി ലോർഡ്. ഇല്ലേ? ഛായയും സാദൃശ്യവും ഒക്കെ പോയിട്ട് ഇപ്പൊ ഒരു വക, നമ്മൾ അതിനെയാണ് പറയുന്നത്, ദൈവശാസ്ത്രപരമായി അതിനിങ്ങനെ പറയും, കോലം കെട്ടുപോയി. ദൈവശാസ്ത്രമല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും നഷ്ടപ്പെട്ടു, ദൈവ സ്വഭാവം നഷ്ടപ്പെട്ടു. ഇപ്പൊ എന്ത് സ്വഭാവമായി മാറി? ഒരു വക സ്വഭാവമായി. നമ്മൾ ചോദിക്കാറില്ല ചില ആള്, നിന്റെ സ്വഭാവം ഇതെന്ത്? ഒരു വക. ദൈവം നമ്മളെ ഏത് സ്വഭാവത്തിലാണ് സൃഷ്ടിച്ചത്? ദൈവ സ്വഭാവത്തിൽ. അപ്പോൾ തിരുമുഖത്തെ വണങ്ങുന്നവർക്ക് എന്ത് കിട്ടും? ഈശോയേ ഈശോയേ എന്ന് വിളിച്ച്, ഈശോയുടെ ജീവിതം ധ്യാനിച്ച്, ഈശോയുടെ മുഖം കണ്ട്, മുഖം തുടച്ച്, ഈശോയുടെ തിരുമുഖത്തെ വണങ്ങുന്നവരിലേക്ക് ഈശോ പറയുകയാണ്, ദൈവത്തിൻ്റെ ഛായ വീണ്ടും കൊണ്ടുവരും. നമുക്ക് നഷ്ടപ്പെട്ട ദൈവീക ഛായയും സാദൃശ്യവും നമ്മുടെ ആത്മാവിൽ നമുക്ക് വീണ്ടും ലഭിക്കും. കൈയടിക്കാം. ഉച്ചത്തിൽ വിളിച്ചേ, ഈശോയേ. ചങ്ക് പൊട്ടി വിളിച്ചേ, ഈശോയുടെ മുഖം കണ്ടു വിളിച്ചേ. ഈശോയുടെ മുഖം നമ്മുടെ മനസ്സിൽ തെളിയുന്നു എന്ന ബോധ്യത്തോടെ വിളിച്ചേ.